നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവളം ബൈപ്പാസിൽ വാഹനാപകടത്തിൽ 7 വയസ്സുകാരന് ദാരുണാന്ത്യം. അപകടം കണ്ടെയ്നർ ലോറിയിൽ സ്കൂട്ടർ ഇടിച്ച്. കുമ്പഴയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന കാർ മറിഞ്ഞു. വയനാട് ആ വയലിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ആടിനെ കൊന്നു, ഭീതിയിൽ നാട്ടുകാർ. വർക്കല ഐരൂരിൽ കുട്ടികളെ പീഡിപ്പിച്ച 88-കാരൻ അറസ്റ്റിൽ. പിടിയിലായത് ഐരൂർ സ്വദേശി വാസുദേവൻ. മലപ്പുറത്ത് 9 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ. സൈക്ലിംഗിൽ സാക്ഷരരാകാൻ സ്ത്രീകൾ. സുൽത്താൻ ബത്തേരിയിൽ 5 ദിവസത്തിനിടെ പരിശീലനം നേടിയത് 28 പേർ. പദ്ധതിയുമായി ബൈക്സ് ഇന്ത്യ ഫൗണ്ടേഷൻ. ഇടുക്കിയുടെ മലയോര മണ്ണിൽ നെല്ലിന്റെ വിളവെടുപ്പ്. പ്രതിസന്ധിയെ അതിജീവിച്ച് കൃഷിയിറക്കി കൊന്നത്തടിയിലെ കൂട്ടായ്മ. കാസർഗോഡ് കഞ്ചിക്കട്ട പുഴ നശിക്കുന്നു. പുഴയിൽ മാലിന്യം അടിഞ്ഞു. കാർഷിക മേഖലയിൽ പ്രതിസന്ധി. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2 ഡോക്ടർമാരും 2 നഴ്സുമാരും പ്രതികളാണ്. കുന്നമംഗലം കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിശദാംശങ്ങളുമായി അനീഷ് കുമാർ ചേരുന്നു. അനീഷ് കുമാർ, കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായും പറയുന്നത്? കേസിൽ പ്രതികളായ ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി സർക്കാർ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 4 ആരോഗ്യ പ്രവർത്തകരെ പ്രതികളാക്കി ഇപ്പോൾ കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ CK രമേശൻ, സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റും മലപ്പുറം സ്വദേശിയുമായ ഡോക്ടർ M ഷഹന, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ M രഹന, AG മഞ്ജു എന്നിവരാണ് കേസിലെ 1 മുതൽ 4 വരെയുള്ള പ്രതികൾ. ഇവരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഗുരുതരമായ വൈദ്യശാസ്ത്ര രംഗത്തെ പിഴവ് അല്ലെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ് പ്രകാരം 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കോടതിയിലെ വിചാരണ നടപടികൾ ഇനി വൈകാതെ ആരംഭിക്കുമെന്നാണ് കരുതാൻ കഴിയുന്നത്. എന്തായാലും ഈ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഇനി ഈ നഷ്ടപരിഹാരം, ഈ ശസ്ത്രക്രിയ നടന്നതുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും ഉള്ള നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന അശ്ലീല അറിയിച്ചിട്ടുണ്ട്. നേരത്തെ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ഈ കേസിൽ അശ്ലീലയ്ക്ക് നൽകാൻ സർക്കാർ ഉത്തരവായിരുന്നു. എന്നാൽ ആ തുക തനിക്ക് വേണ്ട, 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യമാണ് അശ്ലീല ഉന്നയിക്കുന്നത്. ഇതിന്റെ കേസ് നടത്തിപ്പിനായി ജനങ്ങളിൽ നിന്ന് പിരിവെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. 2017 നവംബർ 30-നാണ് അശ്ലീലയുടെ 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയ നടന്നത്. കോഴിക്കോട് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നടത്തിയ പ്രസവത്തിലാണ് അശ്ലീലയുടെ ശരീരത്തിൽ കത്രിക കുടുങ്ങിയത്. 2017 നവംബർ 30-ന് ശസ്ത്രക്രിയ നടന്നതിനു ശേഷം കടുത്ത വയറുവേദന അനുഭവപ്പെടുകയും ആശുപത്രിയിൽ ചികിത്സ തരികയും ചെയ്തു. ഇതിനുശേഷമാണ് വയറ്റിൽ കത്രിക കുടുങ്ങിയതായി കണ്ടെത്തുകയും പിന്നീട് ശസ്ത്രക്രിയയിലൂടെ ഈ കത്രിക മാറ്റുകയും ചെയ്തത്. നേരത്തെ നടത്തിയ 2 പ്രസവ ശസ്ത്രക്രിയ സമയത്തും അശ്ലീലയ്ക്ക് സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ആ സമയത്ത് കത്രികയുടെ സാന്നിധ്യം വയറിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കത്രികയാണ് ഉള്ളിൽ കുടുങ്ങിയതെന്ന് കണ്ടെത്തുകയും ചെയ്തതായാലും ഈ കത്രിക പുറത്തെടുത്തതിനു ശേഷമാണ് അശ്ലീല പോലീസിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തത്. നേരത്തെ അശ്ലീലയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് 2 സംഘങ്ങളെ വെച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഈ കത്രിക ആരുടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന റിപ്പോർട്ടാണ് നൽകിയത്. ഇതിനുശേഷമാണ് പോലീസിൽ പരാതി നൽകി മെഡിക്കൽ കോളേജ് പഠിപ്പിൽ സത്യാഗ്രഹം നടത്തുകയും പിന്നീട് സെക്രട്ടേറിയറ്റ് പഠിപ്പിലേക്ക് വരെ സമരം നടത്തുകയും അശ്ലീല ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ ആരോഗ്യ പ്രവർത്തകരെ പ്രതികളാക്കി കേസ് വിസ്തരിക്കുകയും പിന്നീട് പ്രോസിക്യൂഷനുള്ള അനുമതി സർക്കാർ നൽകുകയും ചെയ്തത്. അനീഷ് കുമാർ, 2 ഡോക്ടർമാരും 2 നഴ്സുമാരുമാണ് പ്രതികളായിട്ടുള്ളത് കേസിൽ. ഇപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഈ അശ്ലീലയുടെ പരാതിക്കാരുടെ ഒരു തീരുമാനം? തീർച്ചയായും 2 പേർക്കെതിരെയാണ്, അല്ലെങ്കിൽ 4 ആരോഗ്യ പ്രവർത്തകരാണ് ഇതിൽ പ്രതികളായിരിക്കുന്നത്. ഇതിൽ 2 പേര് ഡോക്ടർമാരാണ്, 2 പേർ നഴ്സുമാരുമാണ്. ഇവർക്ക് കൃത്യമായ പങ്ക്, അല്ലെങ്കിൽ ഇവരറിയാതെ ഈ കത്രിക ഉള്ളിൽ കുടുങ്ങില്ല എന്ന് തന്നെയാണ്
ഹസീന വാദിച്ചിരുന്നത്. എന്നാൽ ഇതിന് കുറ്റവാളി ആര്, അല്ലെങ്കിൽ ആരാണ് ഈ വയറ്റിനുള്ളിൽ ഈ കത്രിക കുടുങ്ങിയതിന്റെ പിന്നിലെ കാരണക്കാർ എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് ആവർത്തിച്ച് ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിനുശേഷമാണ് പിന്നീട് പോലീസ് ഈ കേസെടുക്കുകയും കത്രിക അടക്കം വിശദമായ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഇത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കത്രിക തന്നെയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് കുറ്റപത്രം സമർപ്പിക്കാനിരുന്നത്. അതിനുശേഷം ആദ്യം തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ആരോഗ്യ പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ ജാമ്യത്തിൽ വിടുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്തിരുന്നു. പിന്നീട് സർക്കാരിൽ നിന്നും പ്രോസിക്യൂഷനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരമുള്ള വകുപ്പാണ് ഇവർക്കെതിരെ ഈ 4 ആരോഗ്യ പ്രവർത്തകർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഈ സമയം റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2 ഡോക്ടർമാരും 2 നഴ്സുമാരുമാണ് കേസിൽ പ്രതികളായിട്ടുള്ളത്. വിശദാംശങ്ങളായിരുന്നു MS അനീഷ് കുമാർ നൽകിയത്. വയനാട് മീനങ്ങാടി ആവയലിൽ വീണ്ടും കടുവയുടെ ആക്രമണം. കാക്കനാട്ട് വർഗീസിന്റെ 3 വയസ്സുള്ള ആടിനെ കടുവ കൊന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ഞാറക്കാട്ടിൽ സുരേന്ദ്രൻ എന്നയാളുടെ പശുക്കിടാവിനെയും കടുവ കൊന്നിരുന്നു. കടുവയുടെ സാന്നിധ്യം സ്ഥിരമായി സ്ഥിരീകരിച്ചതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. ഇന്നലെ രാത്രി 8:30-യോടെയാണ് മീനങ്ങാടി CC ആവയലിൽ കടുവ ഇറങ്ങിയത്. ശബ്ദം കേട്ടെത്തിയ വീട്ടുകാർ കൂട് പൊളിച്ച് അകത്തു കയറിയ കടുവ ആടിന്റെ ജീവനെടുത്തത് കണ്ടു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് പ്രദേശത്ത് ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ 8 മാസം പ്രായമുള്ള പശുക്കിടാവിനെ കടുവ കൊന്നത്. ഞായറാഴ്ച രാത്രിയും ഇതേ തൊഴുത്തിൽ കടുവ എത്തി. ഇതോടെ പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും കടുവ കുടുങ്ങിയില്ല. ഇതിന് പിന്നാലെയാണ് ഇന്നലെ പ്രദേശത്ത് വീണ്ടും കടുവ ആടിനെ കൊന്നത്. ഇതോടെ CC ജയ എസ്റ്റേറ്റ് റോഡിൽ വർഗീസിന്റെ തൊഴുത്തിന് സമീപം കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചിരിക്കുകയാണ് വനംവകുപ്പ്. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം കോവളം ബൈപ്പാസിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ സ്കൂട്ടർ ഇടിച്ച് 7 വയസ്സുകാരന് ദാരുണാന്ത്യം. സിബിൻ ദീപ ദമ്പതികളുടെ മകൻ ആരോണാണ് മരിച്ചത്. ഒപ്പം അച്ഛനും അമ്മയും 5 മാസം പ്രായമുള്ള കുഞ്ഞും ഷാരോണോടൊപ്പം സഞ്ചരിച്ചെങ്കിലും ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. കോവളത്തിന് സമീപം റിംഗ് റോഡിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. പത്തനംതിട്ട കുമ്പഴയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന കാർ പാലത്തിൽ നിന്നും താഴേക്ക് മറിഞ്ഞു. തമിഴ്നാട് സ്വദേശികളായ 4 അയ്യപ്പ ഭക്തർക്ക് പരിക്കുപറ്റി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം. പരിക്കേറ്റവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദർശനം കഴിഞ്ഞ് മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മലപ്പുറത്ത് 9 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ. പാങ്ങ് സ്വദേശി സുബ്രഹ്മണ്യനാണ് അറസ്റ്റിലായത്. ചൈൽഡ് ലൈനിന് ലഭിച്ച പരാതിയിലാണ് കൊളത്തൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ശബരിമലയിൽ വെച്ച് അതേ തീർത്ഥാടക സംഘത്തിലെ ആളാണ് കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. തിരുവനന്തപുരം വർക്കല ഐരൂരിൽ 4-7 വയസ്സുള്ള സഹോദരിമാരെ ലൈംഗികമായി ഉപദ്രവിച്ച വയോധികൻ അറസ്റ്റിൽ. പാളയംകുന്ന് സ്വദേശി 88-കാരൻ വാസുദേവനാണ് അറസ്റ്റിലായത്. സ്കൂളിൽ കുട്ടി അസ്വസ്ഥയായി കാണപ്പെട്ടതോടെ കാര്യം തിരക്കിയ അധ്യാപികയാണ് പീഡന വിവരം അറിയുന്നത്. ചൈൽഡ് ലൈൻ അധികൃതരാണ് പോലീസിനെ അറിയിച്ചത്. കുട്ടികളുടെ വീട്ടിൽ ഇയാൾ ഇടയ്ക്ക് എത്തുമായിരുന്നു. ഈ സാഹചര്യം മുതലെടുത്തായിരുന്നു പീഡനം. തിരുവനന്തപുരം വർക്കലയിൽ 58-കാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഉപദ്രവിച്ച യുവാവിനെ പിടികൂടി. നിരവധി കേസുകളിൽ പ്രതിയും റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട വർക്കല വെട്ടൂർ സ്വദേശി അനസുമാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 26-ന് രാത്രിയോടെയാണ് സംഭവം. ഒറ്റയ്ക്ക് താമസിക്കുന്ന 58-കാരിയെ രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കുകയായിരുന്നു. ഇവരുടെ പരാതിയിൽ വർക്കല പോലീസ് കേസെടുത്തു. സംഭവശേഷം ഒളിവിലായിരുന്ന പ്രതിയെ വർക്കല SHO പ്രവീൺ JSന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത്. കാർഷിക കേരളം. ഇടുക്കിയുടെ മലയോര മണ്ണിൽ നെൽകൃഷി നാമമാത്രമാകുമ്പോൾ നെൽകൃഷി നിലനിർത്തുന്നതിനുള്ള പരിശ്രമത്തിലാണ് കൊന്നത്തടിയിലെ ഒരു കൂട്ടം കർഷകർ. കൊന്നത്തടി സൗപർണിക കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ 2.5 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി നടത്തുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും വന്യജീവി ശല്യവുമൊക്കെ നെൽകൃഷിയിൽ നിന്ന് പിന്തിരിയാൻ കർഷകരെ പ്രേരിപ്പിക്കുകയാണ്.
ജോലിക്കൂലിയും കൃഷിയുടെ മറ്റു ചെലവുകളും ഇരട്ടിയിലധികം കൂടി. കൃഷി ലാഭകരമല്ലെന്ന് കാട്ടി പലരും മറ്റു തൊഴിലുകൾ തേടുകയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തരാകുകയാണ് കൊന്നത്തടിയിലെ കർഷകർ. സൗപർണിക കൃഷി കൂട്ടായ്മ നടത്തിയ പരിശ്രമങ്ങൾ വിജയം കണ്ടു. 2.5 ഏക്കറിലാണ് സംഘം കൃഷി ഇറക്കിയത്. നല്ല വിളവ് കിട്ടി. ഇതോടെ കർഷകർ ആവേശത്തിലായി. നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് നിർവഹിച്ചു. സൗപർണിക പുരുഷ സ്വയം സഹായ സംഘം ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു പാട്ടത്തിനെടുത്തുകൊണ്ട് 2 ഏക്കർ നിലം അവിടെ വീണ്ടും കൃഷി ഇറക്കി നല്ല രീതിയിൽ ഇതിന്റെ വിത്ത് നട്ടതും നമ്മൾ തന്നെയാണ്, ഇപ്പോൾ കൊയ്യുന്നതും നമ്മളൊക്കെ ഇവിടെ തന്നെയാണ്. വലിയ അഭിമാനമുണ്ട് കാര്യത്തിലേക്ക്. കൊന്നത്തടി പാടശേഖരത്ത് നടന്ന വിളവെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് അംഗം CK ജയൻ, കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു KD, സംഘം പ്രസിഡന്റ് AK ശശി, സെക്രട്ടറി രവി നായോട്ടുപാറ, കോർഡിനേറ്റർ TM സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ സഹപ്രവർത്തകര് എല്ലാവരും ചേർന്ന് നടത്തിയ ഈ കൃഷി വളരെയേറെ വിജയത്തിലേക്ക് എത്തി. അടുത്ത കൃഷിയും നമ്മൾ ചെയ്യാനായി ഉദ്ദേശിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. പുതുവർഷത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് നാട്. വിവിധയിടങ്ങളിൽ ഇതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. വിദേശികൾ അടക്കമുള്ളവർ ആഘോഷത്തിൽ പങ്കാളികളാകാൻ എത്തിത്തുടങ്ങി. മാഞ്ചസ്റ്ററിൽ നിന്നുള്ള 77-കാരൻ പീറ്ററും 70-കാരി കാതറിനും ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. 20 വർഷമായി ഇവരുടെ പുതുവർഷാഘോഷം കോവളത്താണ്. Christmas is good here in Kerala. We have been now coming for 20 years and we enjoy the Christmas festivities here in Kerala. On Christmas Day, the beach is very, very full with lots of people from Visinjam laughing, yes, music, dancing. It's very good. ക്രിസ്മസിന് ഇവർ പുൽക്കൂടൊരുക്കുകയും താമസിക്കുന്ന ഹോം സ്റ്റേ അലങ്കരിക്കുകയും ചെയ്തു. ഇനി ന്യൂ ഇയറിനുള്ള കാത്തിരിപ്പിലാണ് ഇവർ. I like to be able to have few words in the country I go to, so I can communicate. So nanny, good morning, say thank you, please, good morning. സ്ഥിരമായി കേരളത്തിൽ എത്തുന്നത് മൂലം ചില മലയാളം വാക്കുകളും ഇവർക്കറിയാം. Namaskaram, Paramasukam, Nalakana, Matanala, Tingle, Jawa, Budden, Verum, Veli, Shani, and Naya. Yeah. So, yes. ഈ നാടും നാട്ടുകാരും നൽകുന്ന സ്നേഹമാണ് മുടങ്ങാതെ ഈ വരവിന് പിന്നിലെന്നാണ് ഇവർ പറയുന്നത്. ന്യൂസ് 18 കോവളം. കാസർഗോഡ് കഞ്ചിക്കട്ട പുഴ നാശത്തിന്റെ വക്കിൽ. കർഷകരുടെ പ്രധാന ജലസ്രോതസ്സായ പുഴയിൽ മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയ അവസ്ഥയിലാണ്. മണ്ണും ചെളിയും മാലിന്യങ്ങളും അടിഞ്ഞുകൂടി കഞ്ചിക്കട്ട പുഴയും അനുബന്ധ തോടുകളും ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. അർത്തിഞ്ച മുതൽ കഞ്ചിക്കട്ടപ്പാലം വരെയുള്ള ഭാഗങ്ങളിലാണ് കൂടുതലായി മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയിരിക്കുന്നത്. പ്രദേശത്തെ കർഷകരുടെ പ്രധാന ജലസ്രോതസ്സാണ് കഞ്ചിക്കട്ടപ്പുഴ. മുൻകാലങ്ങളിൽ വേനൽ അവസാനം വരെ യഥേഷ്ടം വെള്ളം കിട്ടിയിരുന്നിടത്ത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജനുവരി തുടക്കത്തിൽ തന്നെ തോടുകൾ വരണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത്. കൊടിയമ്മ, കോട്ടക്കാർ, താഴെക്കൊടിയമ്മ, കുണ്ടാപ്പുവയൽ, ആരിക്കാടിപ്പുജൂർ, മളി എന്നിവിടങ്ങളിലെ കർഷകരാണ് ഈ ജലസ്രോതസ്സിനെ ആശ്രയിക്കുന്നത്. തോടിന്റെ വശങ്ങളിൽ കാടുകൾ വളർന്ന് മഴക്കാലങ്ങളിൽ ഒഴുക്ക് തടസ്സപ്പെടാനും സംരക്ഷണ ഭിത്തിയുടെ തകർച്ചയ്ക്കും കാരണമായി. തോടും പുഴയും നിവർന്നത് കാരണം വെള്ളം കയറുന്നത് പതിവായതോടെ 100 കണക്കിന് ഹെക്ടർ പാടത്തെ നെൽകൃഷിയെയും ബാധിച്ചു. കുമ്പള പഞ്ചായത്തിലെ നെല്ലറയായ ഈ പ്രദേശം വർഷങ്ങളായി തരിച്ചു കിടക്കുകയാണ്. വേനലിന്റെ തുടക്കത്തിൽ തന്നെ ശുചീകരണ പ്രവർത്തികൾ നടത്തി ആഴം വർദ്ധിപ്പിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. നമ്മുടെ ഈ കഞ്ചിക്കട്ട പുഴ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് ഈ പുഴയുടെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. എത്രയോ വർഷമായി ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ ഈ വിഷയം ഇവിടുത്തെ കൃഷിക്കാരും മറ്റും അവതരിപ്പിച്ചിട്ടുണ്ട്. യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ പുഴയുടെ കൈവരി തോടുകളിലും വശങ്ങളിൽ വലിയ വലിയ മരങ്ങൾ വളർന്നിട്ട് ഈ വെള്ളം ഒഴുക്ക് തടസ്സപ്പെട്ട സ്ഥിതിയിലാണുള്ളത്. 2 മീറ്ററോളം ആഴം വർദ്ധിപ്പിക്കാനായാൽ സമീപ പ്രദേശങ്ങളിലെ കർഷകർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. പുഴയ്ക്ക് കുറുകെയുള്ള VCB ബ്രിഡ്ജ് കാലപ്പഴക്കത്താൽ ഏതു നിമിഷവും തകർന്നു വീഴുമെന്ന അവസ്ഥയിലാണ്. ന്യൂസ് 18 കാസർഗോഡ്. ശിവഗിരി മഠത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച കൂറ്റൻ കേക്ക് ശ്രദ്ധേയമായി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ പ്രവർത്തിക്കുന്ന മോഡേൺ ബേക്കറിയാണ് ശ്രീനാരായണ ഗുരു മഹാസമാധിയുടെ മാതൃകയിൽ കേക്ക് നിർമ്മിച്ചത്. വ്യത്യസ്ത കേക്കുകളുടെ ആവിഷ്കാരം മോഡേൺ ബേക്കറിയുടെ പതിവ് രീതിയാണ്. കോവിഡ് കാലം ഒഴിച്ചാൽ 2 പതിറ്റാണ്ടായി വ്യത്യസ്ത രീതിയിലുള്ള കേക്കുകൾ ഇവർ നിർമ്മിക്കുന്നുണ്ട്. മുൻവർഷങ്ങളിൽ കേരള ഹൈക്കോടതി, കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, നിയമസഭാ മന്ദിരം, താജ്മഹൽ, തമ്പാനൂർ ബസ് ടെർമിനൽ
എന്നിവയുടെ മാതൃകയിലും കേക്കുകൾ നിർമ്മിച്ച് ജനശ്രദ്ധ നേടിയിരുന്നു. ശിവഗിരി മഠത്തിന്റെ അതേ മാതൃകയിൽ നിർമ്മിച്ച കേക്ക് കൗതുകമാണ്. കേക്കിന്റെ മധ്യഭാഗത്തായി ശ്രീനാരായണ ഗുരുവിന്റെ രൂപമുണ്ട്. 5 അടി നീളത്തിലും 5 അടി വീതിയിലും 9 അടി ഉയരത്തിലുമാണ് പൂർണ്ണമായും ഐസിംഗ് ഷുഗറിലുള്ള ഈ കേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. 15 ദിവസം കൊണ്ടാണ് കേക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കൂത്തുപറമ്പ് സ്വദേശിയായ CV ബാബുവിന്റെ നേതൃത്വത്തിലാണ് ശിവഗിരി മഠത്തിന്റെ തനത് രൂപം കേക്കിൽ നിർമ്മിച്ചത്. ബാബുരാജ് തലശ്ശേരി, ആനന്ദ് തേനി, ഷൈജു കണ്ണൂർ, സുരേഷ് പാലക്കാട് എന്നിവരും ബാബുവിന് കൂട്ടായി. കേക്കു കാണാൻ നിരവധി പേരാണ് എത്തിയത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. നാട്ടുവർത്തമാനത്തിൽ ഇന്നൊരു ഇടവേള. Wow. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. തിരക്കേറിയ മണ്ഡലകാലത്തിനു ശേഷം മകരവിളക്ക് സീസൺ തുടങ്ങാനിരിക്കെ ദേവസ്വം ബോർഡിന് മുൻപിൽ വെല്ലുവിളികൾ നിരവധിയാണ്. പമ്പയിൽ ചെറുവാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവാദം കിട്ടിയാൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ വഴിയിൽ തടയുന്നത് അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. ശബരിപാതയിൽ കുടിവെള്ളം പോലും കിട്ടാത്ത പ്രശ്നങ്ങൾക്കും പ്രതിവിധി കണ്ടെത്തണം. മുൻ വർഷങ്ങളെക്കാൾ തീർത്ഥാടകർ സന്നിധാനത്തെത്തിയ മണ്ഡലകാലമാണ് ഇത്തവണത്തേത്. പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞപ്പോൾ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ പലയിടങ്ങളിൽ പലവട്ടം പിടിച്ചിടേണ്ടി വന്നു. പമ്പ മുതൽ സന്നിധാനം വരെ 20 മണിക്കൂറോളം വരി നിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തിയത്. പലപ്പോഴും കുടിവെള്ളം പോലും കിട്ടാതെ അയ്യപ്പന്മാർ ദുരിതത്തിലായി. പോലീസ് നിയന്ത്രണങ്ങളെല്ലാം പാളിപ്പോകുന്ന നില പലവട്ടം വന്നു. അപകടങ്ങൾ വഴിമാറിയത് തലനാരിഴയ്ക്ക്. മനുഷ്യസാധ്യമായ എല്ലാം ചെയ്യുന്നുവെന്നും ദേവസ്വത്തിനും സർക്കാരിനുമെല്ലാം പരിമിതികളുണ്ട് എന്നും മന്ത്രി തന്നെ പറയുന്നു. ഇവിടെ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുറേ കൂടി ഇനി അടുത്ത സീസൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. 30-ാം തീയതി നട തുറക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ദേവസ്വം അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചർച്ച നടത്തിയിട്ടുണ്ട്. അയ്യപ്പ സേവാ സംഘം പോലെ മുൻ വർഷങ്ങളിൽ സന്നിധാനത്ത് മികച്ച സേവനം നൽകിയവരെ കോടതി വിധിയുടെ കാരണം പറഞ്ഞ് അകറ്റി നിർത്തിയതിന്റെ പ്രശ്നങ്ങളാണ് പലതുമെന്ന ആക്ഷേപവും ശക്തമാണ്. കുടിവെള്ള വിതരണം മുതൽ കുഴഞ്ഞു വീഴുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ വരെ അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിരുന്നു. അവർക്ക് പകരം ഈ സേവനം നൽകുന്നതിൽ ദേവസ്വം ബോർഡിന് സാധിച്ചതുമില്ല. ഇനി കൂടുതൽ അയ്യപ്പന്മാർ സന്നിധാനത്തെത്തുന്ന മകരവിളക്ക് കാലം. പമ്പയിലെ പാർക്കിംഗിൽ കോടതി അനുകൂല നിലപാടെടുത്താൽ ദേവസ്വം ബോർഡിന് അത് വലിയ ആശ്വാസമാകും. ഒപ്പം കുടിവെള്ളം, ലഘുഭക്ഷണ വിതരണം മുതൽ അടിയന്തര സേവനങ്ങൾ വരെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഏറെയുണ്ട്. മണ്ഡലകാലത്തേക്കാൾ തീർത്ഥാടകരെത്തിയാൽ അത് ഇരട്ടി വെല്ലുവിളിയാകും. അഭൂതപൂർവമായ തിരക്കനുഭവപ്പെട്ട ദിവസങ്ങളിലെല്ലാം സന്നിധാനത്തെത്തിയ തീർത്ഥാടകർക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകളാണ്. മുന്നൊരുക്കങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും പരിഹരിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ തന്നെ പറയാതെ പറയുമ്പോൾ മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് മുൻപ് എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സന്നിധാനത്ത് നിന്നും KP ധനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പൂരവും പുലികളിയും ആവേശം തീർക്കുന്ന തൃശൂരിൽ നൃത്തം ചവിട്ടിയ ക്രിസ്മസ് പാപ്പാമാർ. തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി പതിവ് തെറ്റിക്കാതെ ബോൺ നത്താലെ ആഘോഷമാക്കി. പൂരവഴികളിൽ ക്രിസ്മസ് പാപ്പാമാർ സംഗമിച്ചു. ആയിരക്കണക്കിന് പാപ്പാമാർ, മാലാഖമാർ, പ്രച്ഛന്ന വേഷങ്ങൾ, ഫ്ലോട്ടുകൾ, ചുവന്ന വസ്ത്രമണിഞ്ഞ തൂവള്ളത്താടിയുമായി ബലൂണുകൾ ഉയർത്തിയും ആടിപ്പാടിയും പാപ്പാമാർ നീങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഘോഷയാത്രയായി ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ബോൺ നതാലയുടെ 10ാം പതിപ്പും കാഴ്ചയുടെ പുതുവസന്തം തീർത്തു. തൃശൂർ സെന്റ് തോമസ് കോളേജ് പരിസരത്തു നിന്നാണ് ക്രിസ്മസ് ഘോഷയാത്ര ആരംഭിച്ചത്. 20ഓളം ഫ്ലോട്ടുകളും അകമ്പടിയായി.
സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും മേയർ MK വർഗീസും ചേർന്ന് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വീൽചെയർ പാപ്പാമാർ, റോളർ സ്കേറ്റിംഗ് പാപ്പാമാർ ഇവരെല്ലാം ഘോഷയാത്രയിൽ അണിചേർന്നതോടെ സ്വരാജ് റൗണ്ട് ചെങ്കടലായി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു. ബോൺ നടത്താലെ ആഘോഷത്തിന്റെ ഭാഗമായി ഗതാഗത ക്രമീകരണവും സുരക്ഷാ ക്രമീകരണങ്ങളും പ്രത്യേക പെട്രോളിംഗും പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18 തൃശൂർ. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഫോർട്ട് കൊച്ചി. ആഘോഷത്തിന്റെ മാറ്റുകൂട്ടാൻ എത്തിയ മഴമരം കാണാൻ നിരവധി പേരാണ് വെളി മൈതാനിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ബൾബുകളുള്ള 1500 സീരിയൽ ലൈറ്റുകളും 150 നക്ഷത്രങ്ങളും ഉൾപ്പെടെ 8 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഈ മഴമരം കാണാൻ വിദേശികളടക്കം ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. യുണൈറ്റഡ് ക്ലബിൻ്റെ 100-ലധികം യുവാക്കൾ ചേർന്നാണ് മഴമരത്തെ അണിയിച്ചൊരുക്കിയത്. കൊച്ചി കാർണിവലിനെത്തുന്നവർക്ക് ഇതൊരു നവ്യ അനുഭവമാകും. ഫസ്റ്റ് ടൈമാണ് വരുന്നത്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, നല്ല വൈബായിട്ടുണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ ചെറുപ്പം പോലെ 10-20 കൊല്ലത്തിന് മേലായി ഞാൻ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള പരിപാടിയോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം എല്ലാ കൊല്ലത്തിലും ആൾക്കാർ കൂടുതലാണ്. എല്ലാ കൊല്ലം 3 ലക്ഷം ആണെങ്കിൽ ഈ കൊല്ലം 9 ലക്ഷമാണ്. പ്രതീക്ഷയുടെ പുതിയ വർഷത്തിലേക്ക് കടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആ ആഘോഷരാത്രിക്കായി കാത്തിരിക്കുകയാണ് കൊച്ചിക്കാർ. പുതുവർഷ പുലരിയിൽ പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടാണ് കാർണിവൽ അവസാനിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. NCC ദേശീയ ട്രക്കിംഗ് ക്യാമ്പ് കുളത്തൂപ്പുഴ അരിപ്പയിൽ തുടരുന്നു. 9 കേരള ബറ്റാലിയൻ NCC കൊട്ടാരക്കരയുടെ നേതൃത്വത്തിലാണ് ട്രക്കിംഗ് ക്യാമ്പ്. കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന് പുറമെ ഒഡീഷ, ഉത്തർപ്രദേശ്, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി ഡയറക്ടറേറ്റിലെ കേഡറ്റുകളും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. 510 കേഡറ്റുകൾക്ക് പുറമെ 15 അസോസിയേറ്റ് NCC ഓഫീസർമാരും 50ഓളം ഉദ്യോഗസ്ഥരും ക്യാമ്പിലെത്തിയിട്ടുണ്ട്. 4 വിവിധ വനപാതകളിലൂടെയുള്ള ട്രക്കിംഗ്, തെന്മല ഡാം സന്ദർശനം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. പ്രകൃതിയെ സംരക്ഷിക്കുക, വനങ്ങളെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുക, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, സ്മാരകങ്ങൾ നിലനിർത്തുക എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേഡറ്റുകളെ ബോധവൽക്കരിക്കാനും ക്യാമ്പ് ലക്ഷ്യമിടുന്നു. तो ये सबको मतलब सब हार्ड रूट में जाएंगे, शॉर्ट रूट में जाएंगे. तो आप ये सोचेंगे कभी जाएंगे यार भाई मैं इसमें जा रहा हूँ, स्पीड में पूरा तो ऐसे लग रहा है जैसे नॉर्मल रोड में चलता है. नहीं, जहाँ पे जो मुझे लिविंग मिली हुई है वो काफ़ी बेहतर और अच्छी सुविधाएं यहाँ पे हैं. और जो हम यहाँ पे जैसे आज ओपनिंग एड्रेस था हम लोग का, कर्नल साहब आए, हम लोग को बहुत अच्छे से समझाया. നമുക്ക് പറ്റിയൊരു ഏരിയയും കൂടാണ്. ഒരു കുറേ കാടുകൾക്കിടയിൽ ഉള്ളൊരു സ്ഥലമാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നമ്മൾ മെന്റലി ഒക്കെ ഭയങ്കര പ്രിപ്പയർഡായി വരുന്നു. ക്യാമ്പ് കമാൻഡന്റ് ലഫ്റ്റനന്റ് കേണൽ KS വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ അരിപ്പ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ബേസ് ക്യാമ്പ് പ്രവർത്തിച്ചു വരുന്നു. ക്യാമ്പ് ഡിസംബർ 30-ന് സമാപിക്കും. ന്യൂസ് 18 കുളത്തൂപ്പുഴ. സ്ത്രീകളെ സൈക്ലിംഗിൽ സാക്ഷരരാക്കി ബാക്സ് ഇന്ത്യ ഫൗണ്ടേഷൻ. വയനാട് സുൽത്താൻ ബത്തേരിയിൽ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 28 വനിതകളെയാണ് സൗജന്യമായി സൈക്കിൾ ചവിട്ടാൻ പരിശീലിപ്പിച്ചത്. സുൽത്താൻ ബത്തേരി YMCA, വിനയ ഫ്രീഡം ഫൗണ്ടേഷൻ എന്നിവരുടെ സഹകരണത്തോടെ ബത്തേരി WMO സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെയും വൈകിട്ടുമായിരുന്നു പഠനം. ഏതെങ്കിലും വാഹനം ഓടിക്കാൻ പഠിക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇതിന്റെ ബാലപാഠം ആരംഭിക്കുന്നത് സൈക്ലിംഗ് പരിശീലിച്ചുകൊണ്ടാണ്. ഇത് പഠിക്കുന്നതോടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും മറ്റു വാഹനങ്ങൾ ഓടിക്കാൻ
തനിക്കുമാകുമെന്ന വിശ്വാസം കൈവരികയും ചെയ്യും. ഇത്തരത്തിൽ 2030 ആകുമ്പോഴേക്കും രാജ്യത്തെ സ്ത്രീകളിൽ 50% പേർക്കും സൈക്ലിംഗിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ബൈക്സ് ഇന്ത്യ ഷീ സൈക്ലിംഗ് നാഷണൽ പ്രൊജക്ടിന്റെ ഭാഗമായാണ് സുൽത്താൻ ബത്തേരിയിലും സ്ത്രീകൾക്ക് സൗജന്യമായി സൈക്ലിംഗിൽ പരിശീലനം നൽകിയത്. എന്നാലും 4 ദിവസം കൊണ്ട് ഇവർക്കൊക്കെ ഇവരുടെ ഇത്രയും ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടിട്ടാണ് ഇത് പെട്ടെന്ന് സാധിക്കുന്നത്. കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ. എന്തായാലും പിടിച്ചു കൊടുത്തൊന്നുമല്ല, അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ചു കൊടുത്ത് അവരെ ഇതേ രീതിയിലാക്കാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം. അതുപോലെ വിനയ മാഡത്തിനും രാജൻ സാറിനും ബാക്കിയുള്ള എല്ലാവർക്കും അതിൻ്റെ നന്ദി പറയുന്നു. ഷീ സൈക്ലിംഗ് കേരളത്തിൽ മുഴുവൻ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 5ാമത്തെ ജില്ലയാണ്. എന്തായാലും 5 ദിവസം കൊണ്ട് 28 പേരാണ് സൈക്ലിംഗ് പഠിച്ചത്. ആരുടെയും സഹായമില്ലാതെയാണ് സ്ത്രീകൾ സൈക്ലിംഗ് പരിശീലിച്ചത്. അതിനാൽ തന്നെ ആത്മവിശ്വാസം കൂടിയതായി എല്ലാവരും പറയുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ സൈക്ലിംഗ് പഠിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അന്നൊക്കെ ഇങ്ങനെ ഈ ബാക്കിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. ഇപ്പം ഇവിടുന്ന് വന്നേരെ നമ്മൾ സ്വന്തമായിട്ടാണ് പഠിച്ചത്. ഇവർ ജസ്റ്റ് പറഞ്ഞു തരുള്ളൂ. അതുകൊണ്ട് എന്താണെന്നറിയില്ല, ഭയങ്കര കോൺഫിഡൻ്റായി കുറച്ചൊന്ന് ചവിട്ടാൻ പറ്റുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് വേഗം പഠിക്കാൻ പറ്റി. പലരും മുൻപ് പഠിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ്. എന്നാൽ ഇപ്പോൾ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ സാധിച്ചതിന്റെ സന്തോഷവും ഇവർക്കുണ്ട്. എനിക്ക് ആദ്യം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് കാലുവേദനയൊക്കെ ആയതുകൊണ്ട് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ട് പിന്നെ തെറിച്ച് വീണു. അപ്പോൾ കാലുവേദനയായിട്ട് ഞാൻ നിർത്തി. ഇപ്പോൾ പഠിക്കാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഷീ സൈക്ലിംഗ് നാഷണൽ പ്രൊജക്ട് കോർഡിനേറ്റർ MS സീനത്ത്, പ്രകാശൻ P ഗോപിനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സൈക്ലിംഗ് പരിശീലനം നൽകിയത്. ഷീ സൈക്ലിങ്ങിന്റെ ഭാഗമായിട്ട് സൈക്കിൾ പഠിക്കാൻ കിട്ടിയതിന് ഭയങ്കര ഒരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. സീനത്ത് മാഡം ഞങ്ങളെ ഫുൾ കെയർ ചെയ്തിട്ട് പഠിപ്പിച്ചു തന്നു. പഠിക്കില്ല എന്ന് വിചാരിച്ചതാണ് ഞാൻ, എന്നാലും പഠിച്ചു. അവസാന നിമിഷത്തിൽ പഠിച്ചു. രാജസാറും സന്തോഷ് സാറും വിനയ മാഡം എല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. ഇതിനോടകം ഷീ സൈക്ലിംഗിന്റെ ഭാഗമായി വയനാടിനു പുറമെ സംസ്ഥാനത്ത് എറണാകുളം, ഉദയംപേരൂർ, മൂഴിക്കുളം ശാല, പറവൂർ, കോട്ടയം, വട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിലടക്കം 500-ലേറെ പേർക്ക് പരിശീലനം നൽകിക്കഴിഞ്ഞു. ബത്തേരിയിൽ WMO സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെയും വൈകിട്ടുമാണ് പരിശീലനം നൽകിയത്. ബത്തേരി YMCAയും വിനയ ഫ്രീഡം ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിശീലനം. ന്യൂസ് 18 വയനാട്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ 70 കാലഘട്ടം